ഇന്നത്തെ വീഡിയോ വെട്ടുകാട് പള്ളിയെക്കുറിച്ചാണ്. കേരളത്തിൻ്റെ തെക്കേ അറ്റമായ തിരുവനന്തപുരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പള്ളിയാണ് വെട്ടുകാട്. വെട്ടുകാടെന്ന സ്ഥലത്തിൻ്റെ പേരിലാണ് പള്ളി അറിയപ്പെടുന്നത്. വെട്ടുകാട് പള്ളിയിൽ ധാരാളം തീർത്ഥാടകർ വരാറുണ്ട്. ജാതി മത ഭേദമന്യേ ധാരാളം പേർ തീർത്ഥാടകർ ദിവസേന വന്ന് ക്രിസ്തുരാജൻ്റെ അനുഗ്രഹം വാങ്ങാറുണ്ട്. വെട്ടുകാട് പള്ളിയുടെ ചരിത്രം അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. വെട്ടുകാട് പള്ളി ഒരു പുണ്യഭൂമി. ഭാരതത്തിൻ്റെ രണ്ടാം അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ പാദസ്പർശനത്താൽ അനുഗ്രഹീതമായ പുണ്യഭൂമിയാണ് വെട്ടുകാട്. പോർച്ചുഗീസ് മിഷണറിമാരുടെ വരവിന് മുമ്പ് തന്നെ വെട്ടുകാട്ടിൽ ഒരു ജപാലയം ഉണ്ടായിരുന്നതായും ഒരു ക്രൈസ്തവ സമൂഹം ഇവിടെ നിലനിരുന്നതായും പാരമ്പര്യ വിശ്വാസമുണ്ട്. മാദ്രെ ദേ ദേവോസ്, മാദ്രെ എന്ന ഇറ്റാലിയൻ പദത്തിൻ്റെയും ദേ ദേവോസ് എന്ന പോർച്ചുഗീസ് പദങ്ങളുടെയും സമ്മിശ്ര രൂപമായ മാദ്രെ ദേ ദേവോസ് എന്ന നാമമാണ് ദേവാലയത്തിന് നൽകിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ അമ്മ എന്നാണ് ഈ പദങ്ങളുടെ അർത്ഥം. കന്യാമറയത്തിൻ്റെ നാമത്തിലാണ് ഇവിടുത്തെ ദേവാലയം സ്ഥാപിതമായിരിക്കുന്നത്. വളരെ മനോഹരമായ അന്തരീക്ഷമുള്ള ഒരു ദേവാലയമാണ് വെട്ടുകാട്. ഇവിടെ പള്ളിയുടെ അടിവശത്ത് തന്നെ ഈ കാണുന്നത് പള്ളിയുടെ പഴയ രൂപമാണ്. അതിൻ്റെ ഒരു മോഡലാണ് ഇവിടുത്തെ മ്യൂസിയത്തിനകത്ത് സ്ഥാപിച്ചിട്ടുള്ളത്. പുതുക്കി പണിഞ്ഞ ശേഷം പള്ളിയിൽ ധാരാളം പുരാതനമായ സാധനങ്ങൾ എല്ലാം പള്ളിയുടെ പഴയ രൂപമടക്കം പഴയ പള്ളിമണി, ക്രിസ്തുരാജൻ്റെ മുൻകാല പ്രതിമ, പണ്ടൊക്കെ ആൾക്കാർ പ്രാർത്ഥിച്ചിരുന്ന പ്രതിമ എല്ലാം ഈ മ്യൂസിയത്തിനകത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. വളരെ നല്ല കൗതുകകരമായിട്ടുള്ള കാര്യങ്ങൾ അറിയാനുള്ള ഒരു മ്യൂസിയം തന്നെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. കാരണം പഴയ കാലത്തുള്ള സാധനങ്ങൾ, പഴയ കാലത്ത് നിലനിന്ന ഉപയോഗത്തിലിരുന്ന പള്ളികളിലൊക്കെ ഉപയോഗത്തിലിരുന്ന സാധനങ്ങളെല്ലാം ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. നല്ലൊരു അനുഭവമായിരിക്കും ഇതിനകത്ത് കയറുമ്പോൾ. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു മെഡിറ്റേഷൻ ഹാളാണ്. മെഡിറ്റേഷൻ ഹാളിൽ ആർക്ക് വേണമെങ്കിലും വന്നിരുന്ന് മനസ്സമാധാനത്തോടുകൂടി പ്രാർത്ഥിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു വച്ചിട്ടുണ്ട്. ഇവിടെ മെഡിറ്റേഷൻ ഹാളായിട്ട് 2 ഹാള് ഇവിടെ ഈ പള്ളിയുടെ അടിവശത്ത് തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. മനസ്സ് ശാന്തമാക്കാനും ദൈവത്തോട് പ്രാർത്ഥിക്കാനുമൊക്കെ വളരെ സൗകര്യപ്രദമായ ഈ ഹാളിൽ ധാരാളം തീർത്ഥാടകർ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. മനസ്സിന് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഇതിനകത്ത് ഉള്ളത്. ജാതി മത ഭേദമന്യേ ആർക്ക് വേണമെങ്കിലും വന്ന് ക്രിസ്തുരാജൻ്റെ അനുഗ്രഹം വായിക്കാനായിട്ട് വരാവുന്നതാണ്. ഇതാണ് ഈ മ്യൂസിയത്തിൻ്റെ കയറിപ്പോകുന്നതിൻ്റെ കവാടം. ധാരാളം ആൾക്കാർ അതിനകത്ത് നിന്ന് കയറിയിട്ട് എല്ലാം കണ്ട് തിരിച്ചിറങ്ങിപ്പോകുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. ധാരാളം വസ്തുക്കൾ ഇവിടെ പ്രദർശനം വെച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് ഉപയോഗത്തിലിരുന്ന ഫാദേഴ്സിൻ്റെ കോട്ടും അന്ന് അവർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും അടക്കം ധാരാളമായിട്ട് ഇവിടെ കണ്ട് ആസ്വദിക്കാൻ പറ്റും. ഇതിന് പ്രത്യേക ഫീസോ വേറെ ഒന്നും തന്നെ കൊടുക്കേണ്ടതില്ല. ഇത് ഇന്ത്യൻ ലാംഗ്വേജിലുള്ള ബൈബിളാണ് ഈ കാണുന്നത്.
ധാരാളം ബൈബിളുകൾ ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. ബൈബിൾ ഇൻ ഇന്ത്യൻ ലാംഗ്വേജ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ മുൻകാലങ്ങളിൽ ആൾക്കാർ പ്രാർത്ഥിച്ചിരുന്ന പ്രതിമ. റോഡ് സൈഡിൽ വെച്ചിരിക്കുന്ന പ്രതിമയാണ് ഈ കാണുന്ന യേശുദേവൻ്റെ കുരിശിൽ വന്ന് നിൽക്കുന്ന പ്രതിമ. മുൻകാലങ്ങളിൽ ഈ പ്രതിമയായിരുന്നു. ഇന്ന് മ്യൂസിയത്തിനകത്താണ് ഇരിക്കുന്നത്. ഇത് യേശുദേവൻ കുരിശുമരണം മരിച്ചതിന് ശേഷം ഇറക്കിക്കിടത്തിരിക്കുന്ന ഒരു രൂപമാണ് ഈ കാണുന്നത്. അടുത്ത് തന്നെ ആ മുൾക്കിരീടവും കാണാം. ഒരു പഴയ പള്ളിമണിയാണ് ഈ കാണുന്നത്. അക്കാലത്ത് നിലവിലിരുന്ന ചാട്ട
പിന്നെ ക്രിസ്തുദേവനെ ആണിയടിക്കാൻ ഉപയോഗിച്ചിരുന്ന ചുറ്റിയിൽ അങ്ങനെയുള്ള ചില സാധനങ്ങളാണ് ഈ കാണുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഇതിനകത്തുള്ള ഒരു ആർട്ടിഫിഷ്യൽ അക്വേറിയത്തിലേക്കാണ്. വളരെ രസകരമായ ഒരു അക്വേറിയമാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ അക്വേറിയം സ്ഥാപിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു ആർട്ടിഫിഷ്യൽ അക്വേറിയമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. കാഴ്ചക്കാർക്ക് കൗതുകമുണർത്തുന്ന ഒരു അനുഭവം തന്നെയായിരിക്കും ഇവിടെ വരുന്നത്, ഇവിടെ കാണുന്നത്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് 2.5 കിലോമീറ്റർ ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന ക്രൈസ്തവ ദേവാലയമാണ് വെട്ടുകാട് പള്ളി അഥവാ മദ്രെ ദേ ദേവൂസ് ദേവാലയം. തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് വെട്ടുകാട്. ഭാരതത്തിൻ്റെ 2ാം അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ പാദസ്പർശനത്താൽ അനുഗ്രഹീതമായ പുണ്യഭൂമിയാണ് വെട്ടുകാടെന്ന് വിശ്വസിക്കപ്പെടുന്നു. പോർച്ചുഗീസ് മിഷണറിമാരുടെ വരവിന് മുമ്പ് തന്നെ വെട്ടുകാട്ടിൽ ഒരു ജപാലയം ഉണ്ടായിരുന്നതായും ഒരു ക്രൈസ്തവ സമൂഹം ഇവിടെ നിലനിന്നിരുന്നതായും പാരമ്പര്യ വിശ്വാസമുണ്ട്. മദ്രെ എന്ന ഇറ്റാലിയൻ പദത്തിൻ്റെയും ദേവൂസ് എന്ന പോർച്ചുഗീസ് പദങ്ങളുടെയും സമ്മിശ്ര രൂപമായ മദ്രെ ദേ ദേവൂസ് എന്ന നാമമാണ് ദേവാലയത്തിന് നൽകിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ അമ്മ എന്നാണ് ഈ പദങ്ങളുടെ അർത്ഥം. കന്യാമറിയത്തിൻ്റെ നാമത്തിലാണ് ഇവിടുത്തെ ദേവാലയം സ്ഥാപിതമായിരിക്കുന്നത്. 1942 ക്രിസ്തുരായൻ്റെ തിരുസ്വരൂപം ഇവിടെ സ്ഥാപിക്കുന്നത്. ഇടവക അംഗമായ റവറൻഡ് ഫാദർ CM ഹിലാരിയുടെ പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളാണ് ക്രിസ്തുരായ സ്വരൂപം ഇടവകയ്ക്ക് സമർപ്പിച്ചത്.
ആദ്യം ദേവാലയത്തിനകത്തായിരുന്ന തിരുസ്വരൂപം 2 വർഷത്തിനു ശേഷം അന്നത്തെ കൊച്ചി മെത്രാനായിരുന്ന റവറൻഡ് ജോസ് അൽവെർണസ് ആണ് ഇപ്പോൾ തിരുസ്വരൂപം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വെഞ്ചരിച്ച് പ്രതിഷ്ഠ നടത്തിയത്. എല്ലാ വർഷവും ലത്തീൻ ആരാധനാക്രമ വർഷത്തിലെ അവസാന ഞായറാഴ്ചയാണ് ക്രിസ്തുരാജൻ്റെ രാജത്വ തിരുനാൾ ആഘോഷിക്കുന്നത്. ഇന്ന് കേരളത്തിലെ ഒരു പ്രധാന ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രമാണ് വെട്ടുകാട് അറിയപ്പെടുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവം വളരെ വിപുലവും ആഘോഷമയവുമാണ്. കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ജാതി മത ഭേദമന്യേ ആയിരക്കണക്കിന് തീർത്ഥാടകർ അന്നേ ദിവസം ഇവിടെ എത്താറുണ്ട്. കൂടാതെ എല്ലാ വെള്ളിയാഴ്ചയും അനവധി പേർ ക്രിസ്തുരാജൻ്റെ അനുഗ്രഹം തേടിയെത്താറുണ്ട്. 1980 അന്നത്തെ ഇടവക വികാരിയായിരുന്ന ഫാദർ സ്റ്റീഫൻ ആണ് ഇവിടെ പാദപൂജ ആരംഭിച്ചത്. എല്ലാ വെള്ളിയാഴ്ചയും ക്രിസ്തുരാജ സന്നിധിയിൽ നടത്തപ്പെടുന്ന പാദപൂജയിൽ ജാതി മതഭേദമന്യേ നിരവധി തീർത്ഥാടകർ സംബന്ധിക്കാറുണ്ട്.